വാർത്ത കേരള സർവകലാശാല അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിവെച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്താണ് വിസിയുടെ നടപടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്ന് പറയുന്നു. ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിൽ അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ പ്രതിഷേധിക്കുകയാണ്. സാന്ത്വന സാജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന സാജു, ഒരു സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ എന്നുള്ളത് അവിടുത്തെ അക്കാദമിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ട സമിതിയാണ്. ആ സമിതിയുടെ യോഗമാണ് വിസി ഏകപക്ഷീയമായി മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് ഈ അക്കാദമിക് കൗൺസിലിലെ അംഗങ്ങൾ പറയുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രതിഷേധം? ഡോക്ടർ അരുൺ, ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ അക്കാഡമിക് കൗൺസിൽ യോഗം നടക്കാനിരുന്നത്. പക്ഷേ ഏതാണ്ട് ഒരു 9:30 ആയപ്പോൾ ഈ ഒരു യോഗം മാറ്റിവെച്ചു എന്നുള്ള ഒരു അറിയിപ്പ് വിസി മെയിൽ വഴി ഈ അംഗങ്ങൾക്കൊക്കെ തന്നെ നൽകുകയായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 2 കാര്യങ്ങൾ ഇതിൽ പ്രധാനമായി ഇന്ന് ഈ ഒരു കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അത് കണക്കിലെടുത്താണ് ഈ ഒരു യോഗം മാറ്റിവെച്ചത് എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായി ഉയരുന്നത്. ഇതിപ്പോൾ വിസി നൽകിയിരിക്കുന്ന ഈ ഒരു അറിയിപ്പിൽ അത്തരത്തിൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഒന്ന്, ഇപ്പോഴുള്ള രജിസ്ട്രാർ, അദ്ദേഹം ഈ നിലവിലെ രജിസ്ട്രാർ നിയമവിരുദ്ധമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ രജിസ്ട്രാറായ അനിൽകുമാറാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള ഒരു ആവശ്യം കൗൺസിൽ അംഗങ്ങൾക്ക് ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ ഒരു പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് ഇവരൊക്കെ തന്നെയും ഉന്നയിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവരൊക്കെ തന്നെയും ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കൗൺസിൽ അംഗങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്ന ഡോക്ടർ അരുൺ, ഇവരെല്ലാം പല ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അധ്യാപകരാണ്, ഇന്നലെ വന്ന ആളുകളുണ്ട്, ഇന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ കറക്റ്റ് 9:30 10 മണിക്ക് നടക്കേണ്ട മീറ്റിംഗ് 9:30 ആകുമ്പോൾ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് വിസി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഇവിടെ ഇന്ന് അക്കാഡമിക് കൗൺസിൽ വിളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നിരവധി അക്കാദമിക് പ്രവർത്തകർ, ഈ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള അക്കാദമിക് പ്രവർത്തകർ ഇവിടെ എത്തി. ഇന്ന് 9:45 അവർക്കെല്ലാം മെയിൽ വന്നിരിക്കുന്നു, യോഗം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ്. പ്രതിഷേധം കണക്കിലെടുത്തായിരിക്കുമോ ഇങ്ങനെ ഒരു നീക്കം? പ്രതിഷേധം അങ്ങനെയൊന്നും ഇവിടെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിഷേധമൊന്നും. ഈ കൗൺസിൽ പങ്കെടുക്കാനാണ് ഈ അംഗങ്ങളെല്ലാം എത്തിയത്. മൊത്തം 130 പേരിൽ ഏതാണ്ട് 120ഓളം പേര് ഇവിടെ ഇപ്പോൾ തന്നെ ഈ യോഗത്തിൽ ഇവിടെ ഉണ്ട്, ഈ പ്രതിഷേധ യോഗത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ യോഗം മാറ്റിവെച്ചിരുന്നു എന്നുള്ളൊരു കാരണമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു അക്കാദമിക് വേദിയാണ് അക്കാദമിക് കൗൺസിൽ എന്ന് പറഞ്ഞു വെച്ചാൽ സർവകലാശാലയിലെ അക്കാദമിക് രംഗത്തെ അവസാന വാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോഡി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മിനിറ്റുകൾക്ക് മുമ്പ് മാറ്റുക എന്നുള്ളത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇത് തുടരുകയാണ്. കാരണം അക്കാഡമിക് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു സർവകലാശാലയുടെ അതോറിറ്റിയാണ്, സിൻഡിക്കേറ്റ്, സെനറ്റ് പോലെ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അതോറിറ്റിയെ ഭയക്കുന്നു താൽക്കാലിക വൈസ് ചാൻസലർ. അതാണ് സിൻഡിക്കേറ്റ് വിളിക്കാത്തത്, അതാണ് ഈ അക്കാദമിക് കൗൺസിൽ വിളിക്കാത്തത്, അതാണ് സെനറ്റ് വിളിക്കാത്തത്. അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾക്ക് ഇത് തന്നെയാണ് ഡോക്ടർ അരുൺ പറയാനുള്ളത്. അവർ പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് എന്നുള്ളതാണ്. ഇവിടെ എത്താൻ കഴിയാത്ത ആളുകൾക്ക് ഇന്നലെ ഓൺലൈൻ ലിങ്ക് അടക്കം, ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഓൺലൈൻ ലിങ്ക് അടക്കം നൽകിയിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. അത് പെട്ടെന്ന് ഒരു അരമണിക്കൂർ മുമ്പ് മാറ്റിവെച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ വിസി എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഡോക്ടർ അരുൺ ഈ കൗൺസിൽ അംഗങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. താങ്ക് യു. സാന്ത്വന സാജു ആണ് സർവകലാശാലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.